ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് നാളായല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഹെയർ ബോയ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഹെയർ ബോയ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇപ്പോൾ വീഡിയോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഹെയർ ബോയ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഒരു ബേസ് വേണം. അപ്പം ഞാൻ ഈ കട്ടി കുറഞ്ഞിട്ടുള്ള ഇങ്ങനൊരു ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡോട്ടഡ് ബീഡ്സ് ആണ് കേട്ടോ, റെഡ് കളറിലുള്ള. അപ്പോൾ ആ റെഡ് കളറിന് മാച്ചിങ് ആയിട്ട് തന്നെയുള്ള റെഡ് കളർ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എൻഡ് ടേപ്പാണ് കേട്ടോ. പിന്നെ എൻഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗമ്മാണ്. ഞാനിവിടെ B7000ൻ്റെ ഗമ്മാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ബേസ് നമ്മളെടുക്കുക. അതിൻ്റെ ഒരറ്റത്ത് എൻഡ് ടേപ്പ് കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരളവിൽ നമ്മൾ കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, 2 എൻഡിലും കൂടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു എൻഡിൽ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിത് എന്തിനാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ബീഡ്സ് കോർക്കുമ്പോൾ അത് ഒരു സൈഡിലൂടെ നമുക്കിത് പുറത്തേക്ക് പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു എൻഡിൽ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ അത് പിന്നെ പുറത്തേക്ക് പോരില്ല. അപ്പോൾ ദാ ഇതുപോലെ ഒരു സൈഡിൽ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ B7000ൻ്റെ ഗമ്മിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബീഡ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടുത്ത ബീഡ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 2-3 എണ്ണം കോർത്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കമ്മിൽ അതിങ്ങനെ ഒട്ടിയിരുന്നോളും. നമുക്ക് ബാക്കിയും കൂടെ കോർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് അകത്തി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്താലും മതി. നമുക്ക് ബാക്കി ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിതിനധികം ടൈമൊന്നും വേണ്ട. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ ബോയ് ആണിത്. ഇപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ, പെൺകുട്ടികളുള്ളവർക്കൊക്കെയാണെങ്കിൽ നമുക്ക് അവർക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബീഡ്സൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അധികം ടൈമും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീരാവുന്നതാണ്. അപ്പം ഞാനങ്ങനെ ഒരു സൈഡിൽ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് സെൻറ്ററിലായിട്ട് ഫോം ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ റെഡിന് മാച്ചിങ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള ഫോം ഫ്ലവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ താഴത്തേക്ക് നമുക്കിങ്ങനെ ചെറിയ നൂൽക്കമ്പി പോലെ ഉള്ള ഇതിലാണത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഹെയർ ബോയിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്കതങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ഫ്ലവറുകളെല്ലാം ഇതിനകത്ത് നന്നായിട്ട് ചുറ്റി കൊടുക്കണം.
നന്നായിട്ട് അടുപ്പിച്ച് വേണം ഇത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അകത്തി ചുറ്റരുത്, നന്നായിട്ട് അടുപ്പിച്ച് ചുറ്റിയെടുത്താലേ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി പോവും. ഇങ്ങനെ അകന്നകന്നിരിക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ അടുപ്പിച്ചിട്ട് വേണം. ചുറ്റിയതിന് ശേഷം നമുക്കതൊന്ന് അടുപ്പിച്ച് കൊടുത്താലും മതി. രണ്ടെണ്ണം അങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ഫ്ലവറും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. 6 ഫ്ലവറാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഡ്സും കൂടെ ഇതിനകത്തേക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഗമ്മ തേച്ചിട്ട് നമ്മൾ ആദ്യം കോർത്ത പോലെ തന്നെ നമുക്കിതിലിങ്ങനെ കോർത്ത് കൊടുക്കാം. നമ്മൾ ആ ഫ്ലവർ വെച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ, അതായത് നമ്മൾ ആ കമ്പിയാണല്ലോ ചുറ്റി കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ അടിഭാഗത്തായിട്ട് നമുക്ക് റെഡ് കളറിലുള്ള ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സാറ്റിൻ റിബൺ എന്തെങ്കിലും നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. കാരണം കമ്പി ആയതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ ഒന്നും കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ വയ്ക്കുമ്പോൾ ഒന്നും കൊണ്ടു കയറാൻ പാടില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ടേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള നമ്മൾ ഇൻറ്റ് ടേപ്പ് ഒട്ടിച്ച പോലെ ഒരു ടേപ്പ് ആണെങ്കിൽ റെഡ് കളറിലുള്ളത് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സൈഡും കംപ്ലീറ്റ് കോർത്തെടുത്തിട്ടുണ്ട് നമ്മൾ ബീഡ്സ്. ഇനി നമുക്ക് ആ ബാക്കിയുള്ളിടത്ത് നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസും കൂടി ഉണ്ടായിരുന്നല്ലോ, ആ എൻഡ് ടേപ്പും കൂടെ നമുക്ക് അതിൻ്റെ എൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെയർ ബോയ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബോയിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ടാറ്റാ.